ഐശ്വര്യ. എന്റെ പേര് പ്രിയങ്ക. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അങ്ങനെ നമ്മൾ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ റിലീസ് പോലെ പിങ്കിന്റെ റിലീസ് ചെയ്തിരുന്നു നമ്മൾ. എല്ലാരും കാത്തിരിക്കുന്ന ആ ശുഭദിനം, ശുഭദിനം. അതെ, അങ്ങനെ പിങ്കി ചേച്ചി എന്ന് വരും എന്നുള്ളൊരു ചോദ്യത്തിന് അവസാനമായി പിങ്കി ചേച്ചി വന്നിരിക്കുകയാണ്. ദാറ്റ് ടു ഇൻ ബാംഗ്ലൂർ. ഹൗ ഇസ് നാട്? ഗുഡ്. ഒത്തിരി ലാംഗ്വേജ് പ്രശ്നമുണ്ട്. ഹിന്ദി മനസ്സിലാവണം. അവിടെ കുറച്ച് ഹിന്ദിയാണല്ലോ, അപ്പൊ പെട്ടെന്ന് ആകെ അത് തന്നെ കുഴപ്പമില്ല. അപ്പൊ അതൊക്കെയാണ് സംഭവം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ബാംഗ്ലൂർ, നമ്മുടെ നാട്, നമ്മുടെ സ്ഥലം, അപ്പാർട്ട്മെന്റ്, എവറിത്തിങ് എങ്ങനെയാണ്? കംഫർട്ടബിൾ ആണ് ആസ് ഓഫ് നൗ മാഡത്തിന്? അത് കേട്ടാ ഭയങ്കര എന്റർടൈൻമെന്റ് അല്ലേ? പിന്നെ ചേച്ചി ഇങ്ങനെ പറയണായിരുന്നു, 2 ആമ്പിള്ളേര് 2 പെൺകൊച്ചി വന്നിട്ട് അതിന്റെ കൂടെ പ്രോപ്പർലി ഈ പരുവത്തിൽ നിന്നിട്ടില്ലല്ലോ. അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ സിനിമയിൽ കണ്ട ക്യൂട്ട്നെസ്സുകളും ഡ്രാമയും ഒക്കെ പെൺകുട്ടികളെ പറ്റി കാണിക്കുമല്ലോ, അതൊക്കെ കെട്ടുകഥകളാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഈ ചെക്കന്മാരിനകത്ത് വട്ടൊന്നും കാണിക്കൂലല്ലോ, അവര് ഭയങ്കര എന്താ പറയാ, നേരെ പോലെ. ഇവിടെ ആണെങ്കിലും ഭയങ്കര കണ്ണിങ്ങനെ കാണിക്കലും ഇങ്ങനെ കാണിക്കലും ഒക്കെ കാണുന്ന ദൈവം ഇങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാകുന്ന വിചാരിച്ചു. ഇവിടെ ഇപ്പൊ കുറച്ച് 2 ദിവസമായിട്ടുള്ള അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അല്ല ഞാൻ എന്താണത് ബ്യൂട്ടിഫുൾ, മറ്റേ എക്സാക്ട് ഓപ്പോസിറ്റ് ഒന്നും അറിയില്ല. അതുകൊണ്ട് നീ പപ്പി ഷേപ്പ്, ഞാൻ ബ്യൂട്ടിഫുൾ എന്നാണെങ്കിൽ ഞാൻ ബ്യൂട്ടിഫുൾ. ചേച്ചി ഇങ്ങനെ ഓരോ ബിറ്റ് എൻജോയ് ചെയ്തോണ്ടിരിക്കണേ, ഓരോ കുറച്ച് രീതിയിലൊക്കെ എന്നെ വെച്ചാൽ കൊടുക്കൂലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ പിങ്കി ചേച്ചി ആരാന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, എന്റെ സ്വന്തം ചോരയാണ്. അങ്ങനെ ചോദിക്കാറുണ്ട് ലൈവിലൊക്കെ വരുമ്പോ. ഇങ്ങനെ പിങ്കി ചേച്ചി എപ്പോ വരുന്ന ചോദിക്കുമ്പോഴത്തേക്കും പിങ്കി ചേച്ചി ആരാന്ന് ചോദിക്കും. സോ എന്റെ സ്വന്തം സിസ്റ്റർ ആണ്. ഷീ ഈസ് ഇൻ ഓസ്ട്രേലിയ. ഷീ കെയിം ഫോർ ഹർ വെക്കേഷൻ. പെട്ടെന്ന് അങ്ങോട്ട് മാറി. എന്റെ അടുത്ത് മുന്നിക്കൂട്ടി ചോദിക്കും, നീ എപ്പോഴാണ് ബ്രിട്ടീഷ് മമ്മയായത് പറയുമ്പോ. അപ്പൊ നമ്മള് ഒത്തിരി സംസാരിച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒബ്വിയസ്ലി നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് NRIകൾ വരുമ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കുമല്ലോ, അപ്പൊ ആ പെട്ടിയിൽ എന്തുണ്ടെന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതെ, അപ്പൊ ഇന്ന് ഞാൻ ഈ വീടിന്റെ അത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് പിഞ്ചേച്ച് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ബിക്കോസ് വാവയ്ക്ക് കുറെ സാധനം വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളെ വെച്ചോണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെ, അവളുടെ ഒരു പക്ഷെ എല്ലാത്തിനും മേലോട്ട് ഉണ്ടാവും. അവിടെ ഇരിക്കും, അവളുടെ വീട് എടുക്കുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ടോ. അപ്പൊ എന്താ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. തുടങ്ങാം. അപ്പൊ നമ്മൾ ഇനി ഒത്തിരി സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. നമ്മൾ ഈ 2 വലിയ 5 സറച്ച സാധനങ്ങളാണ് എന്റെ ചേച്ചിനെ ഞാൻ കുത്തി പിടിച്ച് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കയറണ്ട എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി കൊണ്ടുവച്ചത്. എന്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ കൊച്ചിന് മാത്രം കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് ഈ കുട്ടിക്ക് കൊണ്ടുവരാണ്ട് ഈ പടി കയറാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് പിന്നെ കളിക്കുക ഞങ്ങള്. ഈ മോൾക്ക് കൊണ്ടുവന്നിട്ട് മതി, ബാക്കി ഈ തലമുറക്കുള്ളത് കൊടുക്കുന്നത്. എന്ത് വേണം എന്ന് വന്ന് നീ എന്തെങ്കിലും പറഞ്ഞു തൊലക്ക്, നിനക്ക് എന്താ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് അങ്ങനെ കുറെ നാളുകളായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതല്ല, ഒരു 2 months 1.5 months മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഈ നമ്മുടെ നാട്ടിലാണ് ഈ 1 day ഡെലിവറി 2 day ഡെലിവറി ഒക്കെ ഉള്ളത്. ഇവർക്ക് 2 weeks ഒക്കെ എടുക്കും. ആമസോണൊക്കെ 1 month എടുക്കും. അപ്പൊ ഇവിടെ പിറ്റേ ദിവസം ഡെലിവറി ഉണ്ടായിട്ട് ഞെട്ടിയിരിക്കണം ചേച്ചി അന്ന് പറഞ്ഞത്. അത്ഭുതമായിപ്പോയി. അപ്പൊ പറഞ്ഞു നീ വേഗം പറ. അപ്പൊ എനിക്ക് ആക്ച്വലി വേണ്ടിയിരുന്നത് എല്ലാം ഷീലിന്റെ സാധനങ്ങളാട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഷീനിലെ സാധനം. എനിക്ക് എന്താ പറയുക, എനിക്ക് ഷീനിന്റെ ഡ്രസ്സസ് എനിക്ക് ഇതുവരെ വാങ്ങിയത് എല്ലാം അടിപൊളി. അപ്പൊ എനിക്ക് ഷീനിലെ ഡ്രസ്സ് മതി. പിന്നെ വേറെ എനിക്ക് അവിടെ എന്തൊക്കെ കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറെ മോൾസിലൊക്കെ എന്താ പോകുമ്പോ അവിടെ എന്ത് കിട്ടുന്നൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഷീനിലെ സാധനങ്ങളാണ് എനിക്ക് വേണ്ട. അപ്പൊ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് എന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ നമുക്ക് ഓരോന്ന് വരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഇൻഡിവിജ്വൽ കവറിലുള്ള കുറേ ഉടുപ്പുകളാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇങ്ങനത്തെ ഒരു ഫ്രോക്കാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പ്രിന്റ് വരുന്ന ഒരു നല്ലൊരു മെഷ് പോലെ വരുന്ന ഒരു നല്ലൊരു ഡ്രസ്സാണ് ഇത് കേട്ടോ. ഷോർട്ട് ഡ്രസ്സാണ്. ഇതാണ് ആദ്യം. ഇതിന്റെ ഇങ്ങനത്തെ ഹോൾട്ടനൊക്കെ വരണം ആദ്യത്തെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ ഇങ്ങനെ സ്ലീവ്ലെസ് വരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. മറ്റേതാണെങ്കിൽ പിന്നെ നമ്മൾ സ്ട്രാപ്ലെസ് അപ്പൊ അങ്ങനെ സ്ട്രാപ്പ് മാറ്റണം, അങ്ങനെ കുറെ തലവേനയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും മെനക്കെടാനുള്ള ശക്തി ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ അടിയിൽ നല്ല മൾട്ടി കളർ ഫ്ലവേഴ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷ് ഡ്രസ്സാണ് കൊണ്ടുവന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ് കേട്ടോ.
പിന്നെ എന്താന്ന് എനിക്കറിയില്ല, നമ്മളിങ്ങനെ ഓരോ ബർത്ത്ഡേ കഴിയുന്നതോറും നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര വല്ലാണ്ട് അങ്ങോട്ട് മാറില്ല. അപ്പൊ എനിക്ക് കുറച്ചിങ്ങനെ ഷർട്ട്സ് ഒക്കെയാണ് ഈ പ്രാവശ്യം വേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഷർട്ട്സ് വേണം. ഇത് തന്നെ ഷർട്ട് തന്നെയാണ് കൈ കിട്ടിയത്, കുഴപ്പമില്ല. അപ്പൊ അതെ, ബ്ലാക്ക് ഒരു നല്ലൊരു ഇതെല്ലാം എനിക്ക് മറ്റേ നമ്മൾ ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യില്ലേ, അങ്ങനെ ഷീന്റെ ആപ്പിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത സാധനങ്ങളാണ്. അതെ, എല്ലാ ആഡ് ഇതാണ് ഒരു ഷർട്ട് കേട്ടോ, ബ്ലാക്ക്, നല്ല ഒരു പെണ്ണിന്റെ പ്രിന്റ് ഒക്കെ ആയിട്ട് ഹാഫ് ഫേസ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ലൂസായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എനിക്കറിയാം, എനിക്ക് ബോഡി കോൺട്രസ്റ്റിന്റെ ഫാനാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ നമ്മൾ ടേസ്റ്റിന് മാറി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് എന്താ ഷർട്ടിനോട് ഒരു വല്ലാത്തൊരു ആസക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ഷർട്ടൊന്നും അല്ല കേട്ടോ, അതുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഷർട്ട് ഇത് ഷർട്ട് ഓക്കെ. പക്ഷെ ഇത് ഭയങ്കര പിങ്ക് ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് കളർ അങ്ങനെ താല്പര്യം. പക്ഷെ എനിക്ക് എന്തായാലും എന്റെ ആ കളർഫുൾ എറ എന്റെ കഴിഞ്ഞിട്ടില്ല. സോ ഐ വോണ്ട് സംതിങ് വെരി കളർഫുൾ ആൻഡ് വെരി സിമ്പിൾ ആൻഡ് ക്ലാസി. അപ്പൊ ഇതാണ് അടുത്ത ചൂസ് ചെയ്തിട്ട് എനിക്ക് ഈ പെണ്ണുമ്പിളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണാടി വെച്ച പരിഷ്കാരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോയോളൂ ശരിയാണ്ട്, ഇനി അവർ തന്നെ ഡിസൈൻ ചെയ്തായിരിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇനിയിപ്പോ ഇവിടെ സമ്മർ ആണല്ലോ കുറെ നാളത്തേക്ക്. അപ്പൊ ഞാൻ ഷോർട്സിന്റെ ഒക്കെ കൂടെ ഒരു സ്പെഗറ്റി ഒക്കെ ഇട്ട് ഇതിന് മേലെ അയച്ചിട്ട് അടിപൊളിയായിരിക്കും. എന്താ നീ ചിരിക്കുന്നത്? പോയോളൂ എന്താ സമ്മേഴ്സ് അല്ലേ എന്നാ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഷർട്ട്. ഇതൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു സെലക്ഷൻ ആടാ. അതെ അതെ, നിങ്ങൾക്ക് മാത്രല്ല സമ്മാസ, നമുക്കുണ്ട് സമ്മാസ. ഓ ഞങ്ങക്ക് തുടങ്ങനെയുള്ളത്. ഇതും വീണ്ടും ഷർട്ട് തന്നെ കേട്ടോ, അതും ബ്ലാക്കും നല്ല മൾട്ടി ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന ഷർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിടും, അതുകൊണ്ടാണല്ലോ ഞാൻ സെലക്ട് ചെയ്തത്. പറഞ്ഞു അല്ല ഞാൻ പോലെ. അപ്പൊ ഇതാണ് കേട്ടോ സ്ലീവിങ്ങിനൊക്കെ വരുന്ന ഒരു ഷർട്ട്. അത് തന്നെ, അതെ, ബാക്കിലും അത് തന്നെ വരുന്ന ഒരു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അത് തന്നെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഷർട്ട് എല്ലാം കാണിച്ച് വെറുപ്പിക്കാതെ ഇല്ല, ഷർട്ടിന്റെ അടിയിൽ നിന്നൊക്കെ ഓരോന്നിട്ട് എടുക്കാം. ഓർഡർ ഒന്നും ഇല്ല, അത് തന്നെ. അപ്പൊ ഇങ്ങനെ എടുത്ത് നമ്മൾ കാണിക്കാം. ഇതൊരു വെറുതെ ഓവർ സൈസ്ഡ് ടീഷർട്ട് പോലത്തെ സാധനമാണ്. ഇതൊന്നും ഞാൻ ഇടാത്തതാണ്. ഞാനിങ്ങനെ എനിക്കങ്ങനെ ഓവർ സൈസ്ഡ് സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാ. എനിക്ക് ഓവർ സൈസ് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഞങ്ങളുടെ ടേസ്റ്റ് ഡിഫറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഒന്ന് തുടങ്ങേണ്ടിരിക്കും. മീൻകറി, അതെ, മീൻ കഷ്ണമായിരിക്കും, ചാറ്, വെള്ളയപ്പത്തിന് ചുറ്റു കഷ്ണം, ചുറ്റ് ഞാൻ അടുക്ക്, പിന്നെ ചിക്കന്റെ എന്താണ് ചാറുകൾ നിനക്ക് മേല്, പിന്നെ വിങ് ലൈനർ, സ്മോക്കി ലൈനർ, സ്മോക്കി ഐസ്, ബ്രൈറ്റ് ലിപ്സ്റ്റിക്, പിങ്ക് ലിപ്സ്റ്റിക്, റെഡ് ലിപ്സ്റ്റിക്, അല്ലെങ്കിൽ ന്യൂഡ് ലിപ്സ്റ്റിക്, റെഡ് ലിപ്സ്റ്റിക്, അങ്ങനെ മൊത്തം അടിയില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നല്ല ആവശ്യമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ടേസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഒരേ സാധനം വേണ്ടത്. അപ്പൊ ഇത് ഞാനങ്ങനെ അപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഓവർ സൈസ് ഡ്രസ്സസ് ഒന്നും ഇടുന്ന ഒരാളല്ല. എന്റെ ടേസ്റ്റ് അല്ല, എനിക്കത് ഇടാൻ പറ്റില്ല. പക്ഷെ ഇന്നു മുതൽ ആ തീരുമാനം വായിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇത്ര ക്യൂട്ടായിട്ട് ഇതിന്റെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടില്ലേ? ഇപ്പൊ ടോം ആൻഡ് ജെറി ക്യൂട്ട് ആയതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ആ തീരുമാനങ്ങൾ മേടിച്ചിരിക്കണം. എനിക്ക് ആ കളറും ഭയങ്കര ഇഷ്ടം. എന്റെ അങ്ങനത്തെ ഒരു ഷർട്ട് ഉണ്ടോ, ഇതേ ഈ ബ്ലഷ് പിങ്ക് തന്നെ എന്റെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതൊരു കോവേർഡ് സെറ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് പറ്റിക്കപ്പെടുകയായിരുന്നു നമുക്ക് തോന്നി. ഇത് ആക്ച്വലി എന്താ പറയാ, ഇത് ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പും അത് സാധനം, പിന്നെ ഒരു ലൂസ് പാൻസും ആണ്. എനിക്കുള്ളതല്ലേ അല്ലേ? നിനക്ക് ഇവന് ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ വേറെ എവിടെ വാങ്ങിച്ചേ? അത് ഞാൻ TK Maxx എന്ന് വാങ്ങിച്ചു. പക്ഷെ അത് എംബ്രോയിഡറി ചെയ്യുന്നില്ലേ, അത് കണ്ടിട്ടാണ് ഞാൻ എനിക്കിത് വേണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇത് വെറുതെ പ്രിന്റ് ആടാ നമ്മൾ ചതിക്കുകയായിരുന്നു. അത് ശരിയാട്ടോ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും നല്ല കാര്യമായിട്ട് ഞാനിടും. ആണോ? പിന്നെ ന്യൂഡ് അണ്ടർവെയർ ഗാർമെന്റ്സ് ആണോ? ശരി, ഓംബ്ര സമ്മതിച്ചു കൊടുത്തേ. അടുത്ത പ്രാവശ്യം കുത്തിനെ പിടിച്ച് കൊണ്ടുവരാൻ പറയാനുള്ള പല കാര്യങ്ങളും. അത്രയ്ക്ക് കടബാധ്യത പ്രാവശ്യം സാധനം വാങ്ങിച്ചു. അടുത്തത് നമ്മള് ഷീൻ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ആദ്യം സെറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഷർട്ട് ചെയ്യുമ്പോ തുടങ്ങണല്ലോടാ. അതാണ് ചാവല്. ഇത് ഞാനിപ്പോ ഷർട്ടിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല നീളമുള്ള ടൈപ്പ് ഓഫ് ഷർട്ടാണ് കേട്ടോ. നീളം കൊണ്ട് ഇരുന്നേ കണ്ടില്ലേ?
കുഞ്ഞ് ഷോർട്ട് ഷർട്ട് അല്ലല്ലോ. എനിക്ക് കളറും ഈ സ്ട്രൈപ്സും അല്ല ബാറ്റ്സ്. താങ്ക്സ് മുത്തേ, കൊടുത്തേക്കണേ. ഇനി നമ്മൾ ഈ കൂടെ കുറച്ച് ക്രോപ്പ് ടോപ്സും ടോപ്സും ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിപ്പോ ഇതുകൊണ്ട് ഇപ്പൊ നമ്മള് എടുക്കാൻ വേണ്ടി പോകുന്നതാ ഒരു നല്ലൊരു വെസ്റ്റ് അല്ലേ, വെസ്റ്റ് ആണ്. ആണോ? ആ അതെ വെസ്റ്റ് വേണ്ട, ഇത് ഭയങ്കര പൊളിക്കുമോനെ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓൾസോ മെറ്റീരിയൽ ഇസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് സ്ട്രെച്ചി ആണ്, കുറച്ച്. അപ്പൊ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കും, അപ്പൊ ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ കാണാൻ. ഹഗ് ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ അല്ലടാ, എനിക്കാണ്. എന്താ കുഴക്കിട്ട് ഞാൻ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ബെസ്റ്റ് ടോപ്പാണ് അത്. എന്റെ ഡ്രസ്സിനടുത്ത് വലിച്ചെറിയുന്ന സ്ത്രീയെ ടോപ്പിലേക്ക് പോട്ടെ. അതെ, ഫോണിലോട്ട് ഒരു ഹഗ് അല്ലേ. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ബേജ് ഡ്രസ്സിന് നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ബ്യൂട്ടിഫുൾ ആയിരിക്കും, കിടിലനായിരിക്കും, കിടിലൻ, ഒരു രക്ഷയില്ലാത്ത സാധനമാണത്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ തന്നെ നല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഭയങ്കര ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അത് ശരിയാണല്ലോ, എനിക്ക് എന്ത് ദൈവന് ഇതുപോലെ നല്ല വൈറ്റ് ഇത് ഭയങ്കര ഇങ്ങനത്തെ സ്ക്വയർ ഇല്ലേ, അങ്ങനത്തെ സാധനമാണ് അത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. നല്ല സോഫ്റ്റ് അല്ലെ, സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. ഇനി അടുത്തത് ഈ സാധനം തീർന്നോ ഏടാ, എല്ലാം തീർന്നായി. അങ്ങനല്ല, കുറഞ്ഞു പോയതുകൊണ്ടോ. അടുത്തത് ഈ ഡക്കീനെ കണ്ടിട്ട് ഞങ്ങള് വാങ്ങിയതാണ്. എന്തൊരു ക്യൂട്ടാ നോക്ക്. ഞാൻ അത്ര ടയർഡൊന്നും അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ബ്രൗൺ ആണ്. ആൻഡ് ലാസ്റ്റ് എന്റെ ഫണ്ടൽ എന്റെ അയ്യോ അല്ലല്ല, ഫണ്ട ഫൈനലല്ല, ഞാൻ വിഷമിച്ചു പോയി അങ്ങോട്ട്. ഇനി എനിക്ക് ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇത് തന്നെ നമ്മുടെ ഇങ്ങനെ വെക്കേഷൻ ഷർട്ട് പോലത്തെ സാധനമാണ്. പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്റെ ബിസി പ്രിൻസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം. അമ്മൂമ്മമാരെല്ലാം അറ്റൻഷൻ ആയിട്ട് ഇങ്ങനെല്ലാം ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സി യങ് ലേഡീസ്. ശരിയെന്നാ ആയിക്കോട്ടെ, അല്ലാതെ എന്താ പറയാ. അതെ നോക്കൂ, എനിക്ക് കാക്ടസ് പ്രിന്റ് ഭയങ്കര, എനിക്ക് അല്ലെങ്കിൽ കാക്ടസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും പ്രതികരിക്കുന്നില്ലത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ മീഡിയടാ, ഇതെനിക്ക് കുറച്ച് വലുതാണല്ലേ, പക്ഷെ അടുത്ത ആൾക്കാർ വലുതായിട്ടാ ഇട്ട് നോക്കാല്ല. ഇതൊരു വെറുതെ ഒരു നല്ലൊരു കാക്ടസ് പ്രിന്റുള്ള ഷർട്ടാണ്. അതെ, ഫിനാൻസ് മാത്രം ഡീൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് നീ സെലക്ട് ചെയ്തതാ, നീ സെലക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അല്ലല്ല, ഇത് എനിക്ക് വേണ്ടിയാണ് പയറുന്നത്. ആ വീട്ടിൽ പോയിട്ട് വായിച്ചു, വീട്ടിൽ പോയിട്ട് ഒന്നും ഓർഡർ ചെയ്താൽ മതി. അല്ലേ, ഇത് എനിക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് തന്നെയാ. ഇത് വേണ്ട, വേണ്ട തരില്ലത്. അല്ല, കാട്ടിൽ കിടക്കുമായിരുന്നു ഈ സാധനം നമ്മള് വന്നപ്പോള്. ഞാൻ തന്നെ എനിക്ക് മേടിച്ച സാധനമാണ്. പക്ഷെ എന്റെ നീ പറഞ്ഞു നീ തിരിച്ചു വന്നിട്ട് നീ ഇത് ഓർഡർ ചെയ്യുന്നു. നീ ഓർക്കൂല്ല. ഇപ്പൊ ഇതൊരു നല്ലൊരു ഒരു എന്താ, നീ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. ഇതൊരു ഫ്രോക്ക് ആണ് കേട്ടോ, ജസ്റ്റ് നല്ല പോക്കറ്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു സമ്മറി പോക്കറ്റ്. കൈയിടും ഇന്ന് ഇത്ര ഭാരം എനിക്ക് മനസ്സിലാവും. അപ്പൊ അതോടെ നമ്മളുടെ ഡ്രസ്സസ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അയ്യോ മറ്റേ കവർ എടുത്തോണ്ട് വരാൻ മറന്നുപോയടാ, ഐഷാഡോ പാലറ്റിന്റെ കവർ. പോയി എടുത്തിട്ട് വേണമെങ്കിൽ. ഇനി വേണ്ട. അപ്പൊ ഇനി നെക്സ്റ്റ് ഈ ബാഗിന്റെ അകത്ത് മുഴുവനും പ്രസ് ഓൺ നെയിൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് തുടങ്ങാം. ഇത് പറഞ്ഞില്ലേ
ഇത് എനിക്ക് എന്തോ ലിപ്പിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ഞാൻ ഇവിടെ ആമസോണിൽ തപ്പിയേ. അപ്പൊ ലിപ് ഷേപ്പിലുള്ള ബാക്കിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റിയ എന്തെങ്കിലും ഷോ പീസ്. പക്ഷെ ഒന്നും ഇത് വെള്ളമൊന്നും കയറുന്നില്ല. അപ്പൊ ഒന്നും കിട്ടിയില്ല. ഉള്ളതിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പൊ ഞങ്ങൾക്ക് ക്ഷീണാവുമ്പോ പിന്നെ വിലക്കുറവായിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ലിപ്പിന്റെ ഷേപ്പിലുള്ള പെർഫ്യൂം എനിക്ക് ആക്ച്വലി ഇവിടെ ബാക്കിൽ വെക്കാൻ വേണ്ടിയാ. മണം നല്ലതാണെങ്കിൽ നമ്മൾ മേത്തടിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറകിൽ വെക്കും. പാക്കേജ് എന്തിനാണ് വേണ്ടവർക്ക് ഈ സാധനം? മണം പോലെ അറിയത്തുണ്ടാവില്ല. ബാക്കിൽ വെക്കാൻ മണക്കണ്ട. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ സെക്സി ഡാ. നോക്ക് മണക്കാലേ ഇനി പേടിയോ? ആക്ച്വലി ഇറ്റ്സ് നോട്ട് ബാഡ്. ആണോ? ഇവിടെ എനിക്കുന്ന ആ കൊള്ളാടാ. ഇറ്റ്സ് നോട്ട് ബാഡ്. യാ നോട്ട് സോ ഗുഡ് ബട്ട് നോട്ട് സോ കൊള്ളാം. ഇത് വളരെ ഞാൻ ഇതുപോലത്തെ പെർഫ്യൂം പണ്ടല്ലോ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇവിടെ മെയിൻ എക്സ്ക്ലൂസീവ്ലി പുറകിൽ വെക്കാനാണ് കണ്ട. എന്നാലും ഇത് അടിക്കും. പക്ഷെ എനിക്ക് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത്. ആ ഇത് നല്ല ഭംഗിയാണ്. ഇത് അവിടെ സൂക്ഷിച്ചു വെക്കണേ. അങ്ങ് കടലിൽ കിടന്ന് കൊണ്ടുവന്ന സാധനം. ആ ശരിയാ കേട്ടാ, കടലിൽ കടത്തി കൊണ്ടുവന്ന സാധനമാണ്. അതെ. ഇനി നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു സഞ്ചി നിറച്ച് നെയിൽ എക്സ്റ്റൻഷൻസ്. അതറിയോ, ഞാൻ മെയിൻ ആയിട്ട് മറ്റേ കാറ്റായി നെയിൽ എക്സ്റ്റൻഷൻസ് ആണ് ഞാൻ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞത്. പക്ഷെ ഉണ്ടല്ലോടാ, ഒരു പ്രപഞ്ചം, ഒരു സാഗരം, ഒരു കടല്. നെയിൽ എക്സ്റ്റൻഷൻസിന്റെ $1, $1.50 അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മുടെ ഇവിടെ ഒരു കാറ്റായി ചെയ്യണമെങ്കിൽ 3500 രൂപ, 3000 രൂപയാണ്. കാറ്റായി ചെയ്യണമെങ്കിൽ 2500 ആണ് മിനിമം. അതിന്റെ ഇടയിൽ കൂടി ഇത്രയും രൂപയുണ്ട്. അപ്പൊ കാറ്റായി മതിയടാ എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ആ പഞ്ചായത്തിലുള്ള എല്ലാ കാറ്റായികളും കൊടുത്ത് പലതും എടുത്തു, എല്ലാം എടുത്ത്. ഞാൻ ആക്ച്വലി ഈ കാറ്റായി നെയിൽ എക്സ്റ്റൻഷൻസ് പോടുന്ന സ്വിഗ്ഗിയിൽ കണ്ടിട്ടുണ്ട്. 1500 രൂപയാണ് സ്വിഗ്ഗിയിലുണ്ട്. അല്ല ഈ പ്രസോൺസ്. അപ്പൊ എന്തൊരു 1500 rupees ആണ് ജസ്റ്റ് പ്രസോൺസിന് വേണ്ടി മാത്രം. സോ അങ്ങനെ ഞാൻ അതിന്റെ പേരും പറഞ്ഞ് ഞാൻ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു. അതെ ഇതല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് അടുത്ത് കാണിച്ചെടുക്കാം. ഇത് ഞാൻ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. നീ ഇവിടെ ഇത് ഫസ്റ്റ് വൺ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെയിൽ എക്സ്റ്റൻഷൻസ് ആണ്. എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ കൂടെ അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് വേണ്ട. ഇത് വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെയിൽ എക്സ്റ്റൻഷൻ വേണ്ട. ഇങ്ങനെ നെയിൽ കളറില് ന്യൂഡിൽ ഇങ്ങനെ റെഡ് ഹാർട്ട്സ് വരുന്നതാണ് അടുത്തത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് അതുപോലെ തന്നെ നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റില് കുഞ്ഞു ഹാർട്ട് കേട്ടോ, കുഞ്ഞു ഹാർട്ട്. പിന്നെ ഇത് പിന്നെ ഒരു ഫ്രഞ്ച് ടിപ്പ് പോലത്തെ നല്ല ഹാർട്ട് ഉണ്ട്. നമ്മളെന്താ വല്ല വാലന്റൈൻസ് ഡേക്കാണോ ഓർഡർ ചെയ്ത് എല്ലാ ഹാർട്ട് ഇതിൻ്റെ അകത്ത്. വൈറ്റ് നെയിൽ എക്സ്റ്റൻഷൻ നമ്മൾ എന്ത് വൈറ്റ് വെച്ച് ചെയ്താലും നമ്മൾ മീൻകറിയും ഇറച്ചിക്കറിയും കൂട്ടി കഴിയുമ്പോൾ അത് മഞ്ഞ കളറാകും. അപ്പൊ അതുകൊണ്ട് ഒരു വൈറ്റ് നെയിൽ എക്സ്റ്റൻഷൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം. പിന്നെ ഇത് ക്രോം, വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോം ആയിട്ടുള്ളൊരു നെയിൽസ് ആണ് കേട്ടോ. നല്ല ഇതൊക്കെ $1, $1.50 ഉള്ളത്. ഇത് ഒരു ഇതുപോലെ തന്നെ നമ്മുടെ കാറ്റ് ചെയ്യാൻ കേട്ടോ. ഇതും കാറ്റ് ചെയ്യാൻ ഭയങ്കര രസമുണ്ട്. ഇത് കാണാൻ വേണ്ടി വൈറ്റ് കാറ്റ് ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിന്റെ തന്നെ 2 പീസ് ഉണ്ടായിരുന്നു. അതാണ് ഈ സാധനം കേട്ടോ. അതാണ് 2 വാങ്ങിച്ചത്. ഇതൊക്കെ ഇവിടെ കിട്ടാത്ത സാധനം 2 വാങ്ങിച്ചത് നമ്മള്. ക്രോമ് ബ്ലൂ അല്ല, ഒരു യൂണിക്കോണി. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇനി ഓരോ ദിവസം ഞാൻ നഖങ്ങളായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ 2ാമത്തെ പീസ്. ഇത് റിപ്പീറ്റ് ഉണ്ടോ? റിപ്പീറ്റ്. ഈ നെയിൽസിന് ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. നമ്മളുടെ ഇതുപോലെ ഇല്ലേ, ഇതിങ്ങനെ ജെൽ നെയിൽ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മൾ തന്നെ നെയിൽസിലേക്ക് ഒട്ടിച്ചിട്ട് മറ്റേ ലൈറ്റ് വെച്ചിട്ട് അടിച്ച് ചെയ്യുമ്പോൾ മരക്കൊള്ളിമലാവില്ലേ, ആ സാധനം ഇത് മരക്കൊള്ളിമലാവുന്ന സാധനം. അതുപോലത്തെ ഇത് പിന്നെ നെയിൽ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ഇത് സെയിം നെയിൽ റാപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. നെയിൽ റാപ്സ് കണ്ടോ, ഇതിന്റെ അകത്ത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇത് 3 ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട് കണ്ടോ. നല്ല ഗ്ലെയർ അടിക്കുന്ന വല്ലാണ്ട് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പിന്നെ നെയിൽ സ്റ്റിക്കേഴ്സ് ആണിത്. ഇത് ഞാൻ ഈ ഒരു ഈവിളൈ പ്രാന്തനായതുകൊണ്ട് ഇത് കുറച്ച് ഈവിളൈ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മളുടെ LED ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് കൊച്ചു ലൈറ്റ് ചെറുതോ ഓരോ ഫിംഗർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ജെൽ നെയിൽസിന് വേണ്ടിയുള്ള LED ലൈറ്റ്സ് ആണത്. പിന്നെ ഇത്രയും നഖം കൊണ്ടുവരുമ്പോ അത്രയും ഒട്ടിക്കാൻ വേണ്ടിയുള്ള കുറേ ജെൽ എന്താണ് നെയിൽ ഗ്ലൂസ് കണ്ടാ. ഇത് ഇത്രയും 10 സെറ്റ്
ഇത് മറ്റേ ക്ലോവർ നെക്ലസ് ആൻഡ് അതിന്റെ കമ്മലാണ്. അത് ഞാൻ ഇടുമ്പോ കാണിച്ചു കേട്ടോ. നമുക്ക് തുറക്കാനുള്ള ക്ഷമയൊന്നും എനിക്കിപ്പോ ഇല്ല. പിന്നെ ഇത് പിന്നെ വേറൊരു ഇത് വാടയുടെ സാധനം ഉണ്ടല്ലോ, എന്റെ കൂടെ പെട്ടതാണ്. ഇപ്പൊ കാണിക്കണ പയ്യ. യെസ്, അപ്പൊ ഇത്ര സാധനം എനിക്ക് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് ഇനിയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എന്താണെന്നറിയോ, ഒരു വലിയ സഞ്ചി നിറച്ച് ഐ ഷാഡോ പാലറ്റ്. തങ്കമാണ്, തങ്കപ്പേട്ടന്റെ സ്വഭാവമാണ്, തങ്കപ്പേട്ടന്റെ സ്വഭാവം. പക്ഷെ എനിക്ക് ഇനിയും സാധനങ്ങൾ അങ്ങനല്ല, ഇപ്പൊ കൊണ്ടുവന്ന സാധനം ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനിയും കാണാത്ത കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഒരു വലിയൊരു ബിഗ് ഷോപ്പ് നിറയെ ഐ ഷാഡോ പാലറ്റ്. മേടിക്കാൻ വേണ്ട എനിക്ക് എനിക്കിനി പാലറ്റ് വാങ്ങി അത് എന്താ പറ്റുന്നത്. എനിക്ക് കൊറേ നിക്സിന്റെ പാലറ്റ്, ടാർട്ടിന്റെ പാലറ്റ്, എല്ലാം ജെഫ്രി സ്റ്റാറിന്റെ കുറെ പാലറ്റ്സ് എല്ലാം ഇത് പല പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്തതും യൂസ് ചെയ്തതാണ് കേട്ടോ. ചെയ്താലും വല്ല 1-2 പ്രാവശ്യം വല്ല യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് എന്താ വെച്ചാൽ എനിക്കിപ്പോ കളറെല്ലാം മാറി. എനിക്കിപ്പോ ന്യൂഡ് സോഫ്റ്റ് മേക്കപ്പ് ആണ് എനിക്കിഷ്ടം. അപ്പൊ അതെല്ലാം വെറുതെ ഇരിക്കാണ്. വെറുതെ കാണണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അല്ലെങ്കിലും അനിയത്തിമാരുടെ ധർമ്മം ചേച്ചിമാർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നുള്ളതാണ്. അതെ, അവരുടെ അനിയത്തിമാരുടെ സാധനങ്ങൾ വേണ്ടെങ്കിലും എടുത്തു പോവാ. അപ്പൊ അങ്ങനെ കുറെ ഐശ്വര്യ പാൽസ് ഉണ്ട്. അതെന്തായാലും മിക്കവാറും ഞാൻ വേറൊരു വീഡിയോ ബ്ലോഗിൽ വല്ലതും കാണിച്ചത്. ടൂ ബിഗ് അല്ലേ, ടൂ ലോങ് ആയി പോകും വീഡിയോ ഓൾറെഡി. വേണ്ട, ബ്ലോഗിൽ കാണിച്ചത്. ഞാൻ ഒരു ദിവസം ബ്ലോഗിൽ കാണിച്ചത് നിറച്ച ഐഷാഡോ പാൽസ്. അത് കണ്ടാൽ ഞെട്ടിപ്പോ, അത്രയ്ക്കും ഉണ്ട്. നിരത്തി വെച്ച് കാര്യമായിട്ട് കാണിക്കാനുള്ള ഐഷാഡോ പാൽസ് ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ ഇവിടെ ഇരിക്കുന്ന ഐഷാഡോ പാൽസ് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടി പോവാ. ഇനി എല്ലാ ഇന്റർനാഷണൽ സാധനങ്ങൾ മാത്രം. അതെ, ഇനി ഒരു ലക്ഷറി ബ്യൂട്ടി വ്ളോഗർ ആവുന്നതിന്റെ സ്വപ്നം എല്ലാ വർഷം വരണേ. നീ കേട്ടോ, നീ ഓരോ വർഷം വരുന്നതനുസരിച്ച് ഞാൻ ലക്ഷറി ബ്യൂട്ടി വ്ളോഗർ ആവുന്നു. ഞാന് എന്താ പറയാ, ലൈക്ക് ഭയങ്കര കളർഫുൾ സാധനം മേടിച്ചിട്ട് അപ്പൊ അച്ചു വേറെ എന്തൊക്കെയായിരുന്നു. ഞാൻ ആ കളർഫുൾ മോഡിൽ മാറിയപ്പോ അച്ചു ആ കളർഫുൾ മോഡിലേക്ക് വന്ന് ഇപ്പൊ ഞാൻ ന്യൂഡിലേക്ക് പോയി. എനിക്കിപ്പോ ഒരു ഹൂഡ ബ്യൂട്ടി മറ്റേ ന്യൂഡ് പാലറ്റ് അത് മാത്രം മതി എനിക്ക് സർവൈവ് ചെയ്യാൻ. അത് എനിക്ക് കുറച്ചാലും അച്ചു ഇതെല്ലാം കളഞ്ഞിട്ട് ഇനി അടുത്തതിലേക്ക് എന്റെ പറയത്തിലുണ്ട്. ഞങ്ങളൊരു 6 years ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതെ, 2 വയസ്സ് വ്യത്യാസം പോലെ അല്ലേ, നമ്മൾ ടൈം എടുത്താണ് ഒരാൾക്കാർ സ്റ്റേജ് മാറുന്നത് അല്ലേ. എന്താ തിരിച്ച് ശരിയല്ലേ, നീ ആ ഫേസ് കഴിയുമ്പോഴല്ലേ ഞാൻ അതിലേക്ക് എത്തണുള്ളൂ. ഇപ്പൊ 2 വയസ്സ് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരുപോലെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ വളരുന്ന തന്നെ ഉള്ളു. നീ അങ്ങ് മോതിരടിച്ചു പോയി ഓർമ്മ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് സാധനങ്ങളുടെ വ്ളോഗ്. പിന്നെ ഈ ആസ് യൂഷ്വൽ കിരണിനും ഉണ്ണിക്കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ കുറെ സാധനമുണ്ട്. പക്ഷെ എന്റെ ചാനലായതുകൊണ്ട് ഞാൻ എനിക്ക് കൊണ്ടുവന്നല്ലേ കാണിക്കുള്ളൂ. അതല്ല എന്റെ രീതി. അതെ, അപ്പൊ ഇതാണ് എനിക്ക് വേണ്ടിട്ട് ഞാൻ കുത്തിപ്പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങളെ. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ഹോൾ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓൾസോ നമ്മളൊരു എന്താ പറയാ ഒരു Q&A പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 മാസം ഉണ്ട് എനിക്ക് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാനുള്ള വെച്ചിട്ട്. അതെ അതെ അതെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നല്ല വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് അതെ, നമ്മുടെ കമന്റിലോ നമുക്ക് എന്തെങ്കിലും പണ്ട് ചെയ്തിരുന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ 1-2 വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് Q&A, എന്തെങ്കിലും ഫണ്ണി ചാലഞ്ച്, പിന്നെ ഒബ്വിയസ്ലി വ്ളോഗ്. ഞാൻ വെറുപ്പിക്കുന്നുണ്ടേ. ഞാൻ വല്ല മേക്കപ്പ് ഇട്ടിട്ടാണ് വ്ളോഗ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എന്നാ മേക്കപ്പ് ഇട്, അതെനിക്ക് പറ്റില്ല അല്ലേ. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും 1 മന്ത്ത്തേക്ക് നമ്മള് ക്രിയേറ്റിംഗ് മെമ്മറീസ് ആൻഡ് ഹാവിംഗ് ഫൺ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഷോപ്പിംഗ് മോൾ പോലെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ റിക്വസ്റ്റ് കേട്ടോ. ഷോപ്പിംഗ് മോൾ വീഡിയോ ഉണ്ടാക്കി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പൊ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.